ഹലോ ഹായ് കുടുംബങ്ങളെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ കോവയ്ക്കൻ്റെ ഇല ഉപ്പേരി ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കോവയ്ക്കൻ്റെ ഇല നിങ്ങൾക്ക് എല്ലാം അറിയാമല്ലോ. സാധാരണ നമ്മുടെ കോവയ്ക്കൻ്റെ ഇലയാണ്. അത് നമ്മുടെ ഒരു ഏട്ടൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ നന്നായി തഴച്ച് വളർന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് പോയി പറിച്ചിട്ട് തോരൻ ഉണ്ടാക്കുക. തോരൻ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ അത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷനും പിന്നെ വേറെ എന്തിനൊക്കെയോ ഹെൽത്ത് ബെനിഫിറ്റ്സ് അതിന് നിറയുണ്ട് എന്നാണ് പറയണത്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് അതാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഒരു കവറും എടുത്തിട്ട് കോവയ്ക്കൻ്റെ ഇല പറിക്കാൻ പോവുകയാണ്. രാവിലെ തന്നെ ദോശയായിരുന്നു. ദോശയും പിന്നെ ഫിഷ് ഫ്രൈയും വെണ്ടയ്ക്ക ഉപ്പേരിയും രസവും ചോറും അതൊക്കെയായിരുന്നു. അപ്പോൾ പിള്ളേരിനെയൊക്കെ സ്കൂളിലേക്ക് ആക്കി. പിന്നെ നമ്മുടെ മയിലിനൊക്കെ ഒന്ന് തീറ്റിയിട്ട് കൊടുത്തു. പിന്നെ നമ്മുടെ ചെടികളൊക്കെ ഒന്ന് നനച്ചു. ഓണമാകുമ്പോഴേക്കും ഞാൻ കുറച്ച് വെജിറ്റബിൾ കൃഷി ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വെജിറ്റബിളും ഫ്ലവേഴ്സ് ചെടിയൊക്കെ പായി കൊടുത്തിട്ടുണ്ട്. അതിലിതാ കുറച്ച് ഫ്ലവേഴ്സൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ വെള്ളം ഒഴിച്ച് കൊടുത്തു. എന്നിട്ട് ഞാൻ ഫുഡ് കഴിച്ചു. എന്നിട്ടാണ് അപ്പോൾ അതൊക്കെ കോവയ്ക്കുപ്പേരി ഉണ്ടാക്കാൻ, കോവയ്ക്ക ഇല തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കോവയ്ക്ക ഇല പറിക്കാൻ പോകുന്നത്. അങ്ങനെ നമ്മുടെ 4 മണി 10 മണിയൊക്കെ പോയിട്ടുണ്ട് ഗൈസ്. ഇനിയും പോയിട്ട് എന്തെങ്കിലുമൊക്കെ കിട്ടുമോ നോക്കിയിട്ട് വരാം. അപ്പോൾ ഗൈസ്, നമ്മൾ മണികണ്ഠൻ്റെ വീടിൻ്റെ ഫ്രണ്ട് എത്തിയിട്ടുണ്ട്. അവിടെ ഫുള്ള് എന്താ വെയിലിൽ നല്ല പച്ചക്കോവയ്ക്കയില തളിർത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കോവയ്ക്കൻ്റെ ഇല പറിക്കാൻ പോവുകയാണേ. അപ്പോൾ ഗൈസ്, നമ്മൾ നല്ല കുനിന്ത് കോവയ്ക്കൻ്റെ ഇല നോക്കിയിട്ട് പറിച്ചിട്ടുണ്ട്. ഏകദേശം 1 കിറ്റോളം പറിച്ചു. 1 കിറ്റ് മീൻസ് ഒരു പിടി, അത്രയേ ഉള്ളൂ. നമ്മളിങ്ങനെ നടന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ശൈലി ചേച്ചിൻ്റെ വീട്ടിൽ കുറച്ച് പൂവുണ്ട്. അപ്പോൾ നമ്മൾ സാമിൻ്റെ മുന്നിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് ഈ പൂവ് 2-3 എണ്ണം പറിക്കുന്നുണ്ട് ഗൈസ്. നമ്മൾ ദൈവത്തിൻ്റെ ഫ്രണ്ടിലിടാമെന്ന് വിചാരിച്ചിട്ട് ഇതാ ഈ ഫ്ലവേഴ്സ് പറിച്ചു ഗൈസ്. അപ്പം നമ്മളിങ്ങനെ നടന്ന് വരുമ്പോൾ മഞ്ഞ 4 മണിപ്പൂവുണ്ട് ഗൈസ്. അപ്പോൾ അതിൻ്റെ ചെടി കുത്തിയിടാന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ചെടി പൊട്ടിക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് വരുമ്പോൾ നമ്മുടെ മിഥുൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ പൂക്കളൊക്കെ നിറയെ 4 മണിപ്പൂ റോസ് ഇട്ടോ നല്ല കളറ് അങ്ങനെ പൂത്തുലഞ്ഞ് കൊണ്ടയായിട്ട് നിൽക്കണ്ടായിരുന്നു. നമ്മളത് കണ്ട വെറുതെ വിടും, നമ്മുടെ വീട്ടിലും കൊണ്ട് വെക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ഞാൻ അതിനെ നുള്ളിയെടുത്തു കുറച്ച്. അങ്ങനെ മഞ്ഞ 4 മണിയും റോസ് 4 മണിയായിട്ട് ഞാനിങ്ങനെ വീട്ടിലേക്ക് നടക്കട്ടെ. നമ്മൾ ചീര പറിച്ചിട്ട് വരുന്ന വഴിക്ക് നമ്മുടെ ദേവശേഷിൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് മഞ്ഞൾ 4 മണി ഒരു റോസ് 4 മണി പൊക്കിയിട്ടുണ്ട് കേസ്. എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഗാർഡനിങ് പിള്ളേരൊക്കെ പോയില്ലേ, ടൈം ഉണ്ടായി ചെടിയൊക്കെ വെക്കണം. അപ്പോൾ കിട്ടിയവന്നൊക്കെ ചെടിയും അതും ഇതൊക്കെ പിടിങ്ങിയിട്ട് വരണം, എന്നിട്ട് വീട്ടിൽ കൊണ്ട് വെക്കണം. മഴ മുമ്പായിട്ടും വെച്ച് പിടിപ്പിച്ച പിന്നെ സൂപ്പറായി പൂക്കുമല്ലോ. അത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഉപ്പേരി ഉണ്ടാക്കുന്ന വീഡിയോ, തോരൻ ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് പോവാം. ഓക്കെ. അപ്പോൾ ഗൈസ്, കോവലിൻ്റെ ഇല നന്നായിട്ട് കഴുകിയെടുക്കാം നമ്മൾക്ക്. ഇനി ഇതിനെ പൊടിപൊടിയായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കോവയില അരിഞ്ഞു വെച്ചത്, കോവയ്ക്കൻ്റെ ഇല അരിഞ്ഞു വെച്ചത്, കുറച്ച് തേങ്ങ, സവോള, പച്ചമുളക്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. സാധാരണ നമ്മൾ മുരിങ്ങയില തോരൻ ഉണ്ടാക്കുന്ന പോലെ തോരൻ ഉണ്ടാക്കുക. ഇത് നമ്മുടെ ഹെയർ ഗ്രോത്തിനും പിന്നെ ബ്ലഡ് സർക്കുലേഷനും അങ്ങനെ എന്തിനൊക്കെയോ നല്ലതാണെന്ന് പറഞ്ഞു. ഞങ്ങൾ തമിഴ്നാട് ഉണ്ടായിരിക്കുന്ന ടൈമിൽ എനിക്ക് ഒരമ്മ അവരുടെ വീട്ടിൽ നിന്ന് ഇങ്ങനെ കോവയ്ക്കൻ്റെ ഇല, അപ്പോഴാണ് എനിക്ക് ആദ്യമായിട്ട് കോവയ്ക്കൻ്റെ ഇല ഉപ്പേരി വയ്ക്കും, അത് ഹെയറിന് നല്ലതാണ് എന്നൊക്കെ മനസ്സിലായത്. അപ്പോൾ നമ്മളിവിടെ നാട്ടിൽ വന്നപ്പോൾ ഇത്രയും ഫ്രഷായിട്ട് കോവയ്ക്കൻ്റെ ഇല നിൽക്കണം കണ്ടപ്പോൾ വെറുതെ വിടാൻ തോന്നിയില്ല, ഉപ്പേരി ഉണ്ടാക്കി. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ കുടുംബങ്ങളെ, കോവയ്ക്ക ഇല തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ കിച്ചണിൽ നിൽക്കുമ്പോഴുണ്ട് നമ്മുടെ ഇന്നലെ നമ്മുടെ അപ്പുറത്തെ വീട്ടിലത്തെ ചേച്ചി മറ്റേ ഇരുമ്പിപ്പുളി എന്നൊക്കെ പറയില്ലേ, ആ സാധനം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഉപ്പിലിട്ട് വെച്ചത് ഇപ്പോൾ അത് പാകമായിട്ടുണ്ട്. കണ്ടിട്ട് കൊതി സഹിക്കാൻ പറ്റുന്നില്ല ഗൈസ്. അപ്പോൾ അതെടുത്തിട്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാം.
നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഇതേപോലെ ഉപ്പിലിട്ടതും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കഴിക്കുമെങ്കിൽ താഴെ കമൻ്റ് ഇടുക. എന്തൊക്കെ ഉപ്പിലിടും വീട്ടിൽ സാധാരണ, പിന്നെ എന്തൊക്കെ സാധനങ്ങളാണ് ഇഷ്ടമുള്ള ഉപ്പിലിട്ട സാധനങ്ങളാണ് ഇഷ്ടം എന്ന് പറഞ്ഞാൽ അത് കമൻറ്റ് ബോക്സിൽ പറയാം. പിന്നെ എൻ്റെ വ്ളോഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എൻ്റെ പുതിയ പുതിയ വീഡിയോയിലും എൻ്റെ പുതിയ പുതിയ അറിവുകളും എൻ്റെ പുതിയ പുതിയ ചിന്തകളും അറിവുകളും എല്ലാം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്ക് ഈ ഇരുമ്പമ്പുളി അല്ലെങ്കിൽ എലുമ്പിപ്പുളി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ എക്സ്പ്രഷനിൽ കഴിച്ച് നോക്കി നോക്കാം എങ്ങനെയുണ്ടാവുന്നത്. സൂപ്പർ. എക്സ്പ്രഷൻ ഇടണ്ട വിചാരിക്കുക, പക്ഷെ പുളിപ്പ് താങ്ങണില്ല. ഭയങ്കര എക്സ്പ്രഷൻ ഇടാൻ തോന്നി. അതിൽ ആ മുളകും ഉപ്പും എല്ലാം കൂടെ പിടിച്ചിട്ട് ഭയങ്കര അപാര ടേസ്റ്റ്. അപാര ടേസ്റ്റ് എന്ന് പറഞ്ഞാലും അപാര ടേസ്റ്റ്. ഒടുക്കത്ത് പോയി മുളക് ഉപ്പൊക്കെ പിടിച്ച് ഒരു ലെവലായിട്ടുള്ളത്. ലാസ്റ്റ് ആൻഡ് ഫൈനലി നമുക്ക് കോവയ്ക്കല ഉപ്പേരിക്ക് കുറച്ച് തേങ്ങ ചിരണ്ടിയതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു കിറ്റ് കോവയ്ക്കൻ്റെ ഇല പറിച്ചതാണ്, അതുപോയി ഇപ്പോൾ ഒരു സ്പൂണായിട്ടുണ്ട്. കുഴപ്പമില്ല, നമ്മൾക്ക് ഉച്ചയ്ക്കൊക്കെ ഏതെങ്കിലും ഒരു ഇലക്കറിയിൽ നിന്ന് മാത്രം. എല്ലാവരും എപ്പോഴും ഫുഡിൻ്റെ കൂടെ കുറച്ച് ഇലക്കറി കഴിക്കുന്നത് നല്ലതായിരിക്കും. ഡെയിലി ഏതെങ്കിലും ഒരു ഇലക്കറി കഴിക്കുന്നത് നന്നായിരിക്കുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഡെയിലി ഉച്ചയ്ക്ക് ഇലക്കറി കഴിക്കുന്നത് നല്ലതാണ്. ഒരു ചീരയോ മുരിങ്ങയോ അല്ലെങ്കിൽ തന്നെ ഞങ്ങൾ കോയമ്പത്തൂരായിരിക്കുമ്പോൾ നിറയെ വെറൈറ്റി ചീരകൾ കിട്ടുമായിരുന്നു കേട്ടോ. ഇവിടെ വന്നപ്പോൾ ഞാൻ അതൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. നിറയെ വെറൈറ്റി ചീരകൾ കിട്ടും. പൊന്നങ്ങണ്ണി, പിന്നെ അരക്കീര, സിരുകീര, പിന്നെന്താ ചുക്കിട്ടിക്കീര. ചുക്കിട്ടിക്കീര പറഞ്ഞാൽ നമ്മുടെ മണത്തക്കാളിയില്ലേ, മണത്തക്കാളീൻ്റെ ഒരു ഇത് ചുക്കിട്ടിക്കീര. പിന്നെ പാലക്ക് ഇവിടെയും കിട്ടാറുണ്ട് തോന്നുന്നു. പിന്നെ എന്താണ് അങ്ങനെ കുറേ ചീര വെറൈറ്റികളുണ്ട്. നമ്മൾ നാട്ടിൽ നമ്മൾക്ക് ആകെ ഏകദേശം മുരിങ്ങ എന്താണ് ചീരയും ചുവന്ന ചീരയും പച്ചച്ചീരയും മാത്രമേ കഴിക്കുള്ളൂ. അവിടെ അങ്ങനെയല്ല, അവിടെ നിറയെ ചീര വെറൈറ്റീസ് ഉണ്ട്. ചീരയിൽ തന്നെ ഒരു 10-15 മേലെ വെറൈറ്റികളുണ്ടാവും. അതിൽ കൂടുതലുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയും വെറൈറ്റികൾ ഞങ്ങളവിടെ ചീര കഴിക്കുമായിരുന്നു. ഇവിടെ വന്നപ്പോൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് മിസ് ചെയ്യുന്നുണ്ട് കേരളത്തിൽ വന്നപ്പോൾ. പക്ഷെ കുഴപ്പമില്ല, നമ്മൾക്ക് അവൈലബിളായിട്ട് ഇവിടെ അടുത്തുള്ള ചീര ഐറ്റംസ് ഉച്ചയ്ക്ക് ഏതെങ്കിലും ഒരു 2 സ്പൂൺ കഴിക്കാൻ നോക്കുക. നമ്മുടെ അയണും ഡെൻസിറ്റിയും എന്താ പറയുക എല്ലാത്തിൻ്റെ ഇമ്മ്യൂണിറ്റി പവറും എല്ലാം വർദ്ധിക്കട്ടെ ഇലക്കറികളൊക്കെ കഴിച്ചിട്ട്. അപ്പം നല്ല കോവയ്ക്ക ഉപ്പേരി, കോവയ്ക്കൻ്റെ ഇല തോരൻ റെഡി ആയിട്ടുണ്ട്. ആഫ്റ്റർനൂണിന് അപ്പോൾ ഉച്ചയ്ക്ക് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ കോവയ്ക്കൻ്റെ ഇല ഉപ്പേരി, പിന്നെ എപ്പോഴും പോലെ രസം. തമിഴ്നാട്ടിലായിരിക്കുമ്പോൾ എനിക്ക് ഡെയിലി രസം വേണം കേട്ടോ. അപ്പോൾ രസം, പിന്നെ നല്ല ഫിഷ് ഫ്രൈ ഉണ്ട്. പിന്നെയെന്ന് വെച്ചാൽ രാവിലെ മക്കൾക്ക് ഉണ്ടാക്കിയ വെള്ളയ്ക്ക തോരൻ, പിന്നെ നമ്മുടെ ഇരുമ്പിപ്പുളി ഉപ്പിലിട്ടത്. വേണമെങ്കിൽ ഒരു മുട്ടയും കൂടെ സൈഡിൽ പൊരിച്ച് വയ്ക്കാം, ഫിഷ് ഉള്ളത് കൊണ്ട് വേണ്ടെന്ന് വിചാരിക്കണം. പിന്നെ ഇന്ന് കോവയ്ക്കൻ്റെ ഇലയാണെങ്കിൽ നാളെ ഞാൻ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് മറ്റേ ഇതാണ്, എന്താണ് മൈസൂർ ചീര ഇല്ലെങ്കിൽ പ്രഷർ ചീര എന്ന് പറയുന്ന ഒരു ഐറ്റംസ് ഉണ്ട്. അത് നല്ല രസമാണ്. അത് നമ്മുടെ വീട്ടിൻ്റെ ബാക്കിൽ കുറച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് നാളെ തോരൻ ഉണ്ടാക്കി നോക്കണം. ഇന്ന് നമ്മൾ കോവയ്ക്കൻ്റെ ഇല വെച്ചിട്ട് ഈ തോരൻ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് കഴിച്ച് നോക്കട്ടെ. അപ്പോൾ ചൂട് ഭയങ്കര ചൂട്, ഇപ്പോൾ ഉണ്ടാക്കിയല്ലോ ഭയങ്കര ചൂട്. അപ്പോൾ നമുക്കിത് കഴിച്ച് നോക്കാം. അപ്പോൾ കുടുംബങ്ങളെ ഞാനിത് കഴിക്കണേ. നൈസ്, സൂപ്പറായിട്ടുണ്ട്.
അതിൻ്റെ കുഴക്കൻ്റെ കട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. ഏകദേശം നമ്മൾ മത്തൻ്റെ ഇലയൊക്കെ പയറിൻ്റെ ഇല, മത്തൻ്റെ ഇല ഇതൊക്കെ തോരൻ വയ്ക്കുന്ന പോലെ തന്നെ ഒരു ടേസ്റ്റാണ് കോവയ്ക്കൻ്റെ ഇലയും. ഹെയറിനും വയറുവേദനയ്ക്കൊക്കെ നല്ലതാണെന്ന് പറഞ്ഞപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയതാണ്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ഒപ്പം എൻ്റെ റെസിപ്പിയും എൻ്റെ വ്ളോഗൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് കൂടെ കൂട്ടിക്കോളൂ. അപ്പോൾ പുതിയ റെസിപ്പിയൊക്കെ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.